നമസ്കാരം, എല്ലാവർക്കും സ്പീക്ക് ഔട്ട് ക്ലബിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇത് ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോ ആണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ചാമ്പ്യൻസ് ട്രോഫി 2025. ചാമ്പ്യൻസ് ട്രോഫി 2025. അതെ, നമ്മുടെ ചാമ്പ്യൻസ് ട്രോഫി 9th എഡിഷൻ അതാണ് നമ്മൾക്ക് നടക്കാൻ പോകുന്നത്. അപ്പം ചാമ്പ്യൻസ് ട്രോഫിയെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും ബ്രീഫ് ചെയ്യേണ്ട കാര്യമില്ല. ചാമ്പ്യൻസ് ട്രോഫി എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പം ഇതിന് രണ്ട് ഗ്രൂപ്പുള്ളത്, എയും ബിയും. അതില് എ ഗ്രൂപ്പിൽ ഉള്ള ടീമൊക്കെ നമ്മുടെ ഇന്ത്യ, പാകിസ്ഥാൻ, ന്യൂസിലാൻഡ്, ബംഗ്ലാദേശ്. ബി ഗ്രൂപ്പ് ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, സൗത്ത് ആഫ്രിക്ക, അഫ്ഗാനിസ്ഥാൻ. കമ്പാരിറ്റീവ്ലി എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ സ്ട്രോങ് ഗ്രൂപ്പ് വരുന്നത് എ ഗ്രൂപ്പാണ്. ഇന്ത്യ ഉൾപ്പെടെ വരുന്ന നല്ല കളി കിടക്കാൻ ചാൻസ് ഉള്ള ഗ്രൂപ്പ് എന്ന് വെച്ചാൽ എ ഗ്രൂപ്പാണ്. കാരണം ഇപ്പോൾ ടീമിന്റെ ഫോം വെച്ചിട്ട് നോക്കുവാണെങ്കിലും ഇന്ത്യയെ കുറിച്ച് പറയണ്ടല്ലോ. ഇപ്പോൾ ഉള്ള ഈ ടൂർണമെന്റിന്റെ ഏറ്റവും സ്ട്രോങ് ടീം എന്റെ ഇതിനകത്ത് ഇന്ത്യ തന്നെയാണ്. നമ്മൾ ഇന്ത്യക്കാരായോണ്ട് പറയുന്നതല്ല, എന്നാലും ഒരു ഫേവറേറ്റ് ടീം, ടൂർണമെന്റിന്റെ ഫേവറേറ്റ് കപ്പെടുക്കാൻ ഇപ്പോഴത്തെ മറ്റൊരു ടീമുകളുടെ ഫോം വെച്ചും അല്ലെങ്കിൽ ഇനി വല്ല മറ്റേ നമ്മുടെ ആരും പ്രതീക്ഷിക്കാത്ത കളി വരണം. ഇപ്പോഴത്തെ കളി ഇന്ത്യ കളിക്കുന്ന ഒറ്റ ഗ്രൗണ്ടില്ല. അതൊരു അഡ്വാൻറ്റേജസ് ആണ്. അതെ, ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണ്. ഇന്ത്യ കളിക്കുന്ന ഒരേ ഗ്രൗണ്ടിലാണുള്ളത്. ഇന്ത്യ ദുബായില്, ഷാർജയില്, അബുദാബി, അവിടുത്തെ ഒരു ഗ്രൗണ്ടിലാണ് നേരെ മറിച്ച് ഇന്ത്യയുടെ മത്സരിക്കുന്ന ഗ്രൂപ്പിലുള്ള ടീമുകൾ ന്യൂസിലാൻഡ് ആയാലും പാകിസ്ഥാനിലും ബംഗ്ലാദേശ് ആയാലും അവർക്ക് പാകിസ്ഥാനിലും കളിയുണ്ട്, ഇവിടെയും കളി. ഇവിടെ കളിക്കാൻ വേണ്ടി ട്രാവൽ ചെയ്യണം. ആ സമയം കൊണ്ട് ഇന്ത്യ ഒരു കണ്ടിന്യൂസ് കളിക്കുന്ന ടീമായിട്ട് ആ ഗ്രൗണ്ടിന്റെ ഒരു പിച്ചിന്റെ ഒരു ആനുകൂല്യം എന്തായാലും നമ്മുടെ അതുകൊണ്ടാണല്ലോ നമ്മുടെ സ്ക്വാഡ് തന്നെ അങ്ങനെ എടുത്തേക്കുന്നത്. സ്പിൻ പിച്ച് ആയതുകൊണ്ട് സ്പിന്നിന് താമസം കൊടുത്തുകൊണ്ടാണ് അവര് ടീം സ്ക്വാഡ് തന്നെ എടുത്തേക്കുന്നത്. അതെ, കളി നല്ല കളികൾ വരുമെന്ന് പറയുന്നത് എ ഗ്രൂപ്പിൽ തന്നെ ആയിരിക്കാം തീർച്ചയായിട്ടും. ഫോം വെച്ചിട്ട് ഒരു ടീമിനെ നമുക്ക് എഴുതി തള്ളാൻ പറ്റത്തില്ല. ക്രിക്കറ്റാണ്, ആ ദിവസത്തെ കളിയാണ്. അപ്പുറത്തുള്ള ഗ്രൂപ്പിൽ ഉള്ള ടീം ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, നമ്മുടെ സൗത്ത് ആഫ്രിക്ക, അഫ്ഗാനിസ്ഥാൻ. അതിനകത്ത് ഫസ്റ്റ് ടീമിന് ഓസ്ട്രേലിയ എടുക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയ വെച്ച് മൈറ്റി ഓസീസ് ആണ്. ഏത് സമയവും ICC ടൂർണമെന്റുകളിൽ തിരിച്ചു വരാൻ ടീം. പിന്നെ അവരുടെ ഈ പ്രാവശ്യത്തെ ടൂർണമെന്റിന്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്ന് വെച്ചാൽ അവരുടെ മെയിൻ 3 ട്രയോ ഇല്ല, 3 മെയിൻ ബോളേഴ്സ് ഇല്ല. പാറ്റ് കമ്മിൻസ് അവരുടെ മെയിൻ ക്യാപ്റ്റൻ, പുള്ളിയാണ് അവരുടെ നെടുന്തൂണ്. തീർച്ചയായിട്ടും ക്യാപ്റ്റൻസി, ഓസ്ട്രേലിയ ക്യാപ്റ്റൻസി ശേഷം കമിൻസിന്റെ കീഴിൽ എങ്ങനെയാണ് ഓസ്ട്രേലിയ കളിക്കുന്നതെന്ന് നമുക്ക് നല്ലോണം അറിയാം. പിന്നെ അടുത്തത് സ്റ്റാർക്കും ഹേസൽവുഡും. അത് മാത്രമല്ല ഒരു സ്റ്റാർ ഓൾറൗണ്ടർ സ്റ്റോൺസ് വിരമിച്ചു, ഏകദിനത്തിൽ നിന്ന് വിരമിച്ചു. അതൊരു വലിയ, അതും ICC ചാമ്പ്യൻസ് ട്രോഫിയുടെ ഇതിലുണ്ടായിരുന്ന ടീം ലിസ്റ്റിലുണ്ടായിരുന്ന പ്ലെയറാണ്. ഇമ്പോർട്ടൻസ് ഉള്ള പ്ലെയറാണ് ഈ മിച്ചു മാഷ്. അവർക്ക് ഭയങ്കര മെയിൻ പ്ലെയർ ആയിരുന്നു, ഒരു കീ പ്ലെയർ തന്നെ പറയാം. ഓസ്ട്രേലിയയുടെ കീ പ്ലെയർ ആണ്. 5 മെയിൻ സ്ട്രീം പ്ലേയേഴ്സ് ഇല്ല. വേൾഡ് കപ്പിന് ഇറങ്ങിയിരുന്ന അതിലെ മെയിൻ പ്ലേയേഴ്സ് ICC ഒന്നും ഇല്ല. അവർക്ക് ബാറ്റിംഗ് സ്ട്രെങ്ത് ഉണ്ട്, പക്ഷെ ബോളിംഗിന്റെ കാര്യം വരുമ്പോൾ പുതിയ പ്ലേയേഴ്സ് തന്നെ വരുന്നില്ല. 3 പ്ലെയർ. പിന്നെ മൈറ്റി ഓസ്ട്രേലിയയാണ്, ഒന്നും പറയാൻ പറ്റത്തില്ല. അവര് ടൂർണമെന്റിൽ അവർക്ക് വേറൊരു സ്പിരിറ്റാ, കളി മൊത്തത്തിൽ മാറും. ഓസ്ട്രേലിയനെ നമുക്ക് എപ്പോഴും എഴുതി തള്ളാൻ പറ്റാത്ത ടീമാണ്. പിന്നെ അടുത്ത ടീം എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടിന്റെ നിലവിലെ നമ്മള് കാണുന്നത്. ഇംഗ്ലണ്ടിനെ ഇപ്പൊ വൈറ്റ് വാഷ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ത്യ വിട്ടിട്ടുള്ളത്. അതുകൊണ്ട് അതും പറയാനൊന്നും പറ്റുന്നില്ല. പക്ഷെ ഇതിന്റെ പ്രത്യേകത ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുവരെയായിട്ടും ഈ ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന 7 ടീമുകളും കപ്പടിച്ചിട്ടുണ്ട്. അല്ല, ബംഗ്ലാദേശ് അടിച്ചിട്ടില്ല, ബാക്കി എല്ലാ ടീമുകളും കപ്പടിച്ചാണ്. പക്ഷെ ഇംഗ്ലണ്ട് ICC ചാമ്പ്യൻസ് ട്രോഫിയില് 2 തവണയാണ് ഫൈനലിൽ വന്നിട്ടുള്ളത്. ഒന്ന് 2004 വെസ്റ്റ് ഇൻഡീസ് ആയിട്ട്. അത് ഒരു പക്ഷെ ജയിക്കുമെന്ന് പ്രതീക്ഷിച്ച മാച്ച് ആയിരുന്നു. പക്ഷെ വെസ്റ്റ് ഇൻഡീസിന്റെ ലാസ്റ്റ് 2-3 ബാറ്റ്സ്മാൻമാർ വന്നിട്ട് അത് അവര് തന്നെ എടുത്തു. പിന്നെ നമുക്കറിയാം, എല്ലാവർക്കും അറിയുന്ന ധോണിയുടെ കീഴിൽ 2013 ഇന്ത്യനായിട്ട് വന്ന ഫൈനലിലും അവര് ഫൈനലിലെത്തി. പക്ഷെ അത് ഇന്ത്യ ഒപ്പടിച്ചു. അവരുടെ നാട്ടിൽ വെച്ചിട്ട് അവരുടെ നാട്ടിൽ വെച്ചിട്ട്. പക്ഷെ അത് 50 ഓവർ മാച്ച് ആയിരുന്നു. പക്ഷെ ആ ക്ലൈമറ്റ് 20 ഓവറായിട്ട് 128 റൺ നമ്മ എടുത്തിട്ട് ചേസ് ചെയ്യാൻ അവർ കഴിഞ്ഞില്ല. ആ ഒരു സ്കോർ ആയിരുന്നത്. ആ 2 മേജർ ഈ ചാമ്പ്യൻസ് ട്രോഫിയിൽ ആകെ എടുത്ത് പറയത്തക്ക നേട്ടം എന്ന് പറഞ്ഞാൽ ഈ 2 നേട്ടങ്ങൾ മാത്രമേ ഇംഗ്ലണ്ടിന് ഉണ്ടായിട്ടുള്ളൂ. ട്രോഫി കപ്പെടുക്കാത്ത മെയിൻ ടീം ഇംഗ്ലണ്ടാണ്. പിന്നെ റീസെന്റ് അവരുടെ മാച്ചുകളൊന്നും നമുക്കിപ്പോ
ICC ട്രോഫി അടുത്ത് ഉള്ള ഇതിനു മുമ്പുള്ള 3 സീരീസ് എനിക്ക് തോന്നുന്നു ആസ്ട്രേലിയനായിട്ട് ഒരു സീരീസ് നടന്നിരുന്നു, അതിലും അവർ തോറ്റു. പിന്നെ വെസ്റ്റ് ഇൻഡീസിനായിട്ട് 2 ടൂർണമെന്റ് അവരുടെ നാട്ടിലും അതേപോലെ തന്നെ ഇംഗ്ലണ്ടിലും നടന്നിരുന്നു, അതിലും അവർ തോറ്റു. ഇപ്പൊ ഇന്ത്യനായിട്ട് ഏറ്റവും അവസാനം നടന്ന 3 മാച്ചും അതും വൈറ്റ് വാഷ് ചെയ്തു. മെയിൻ ആയിട്ട് അവർക്കെന്ന് വെച്ചാല് മെയിൻ പ്രശ്നം വെച്ചാല് അവരുടെ ബോളിംഗ് ആണ്. പഴയ സ്ട്രെങ്ത് കിട്ടുന്നില്ല അവരെ. ആകെ ഉള്ളൊരു മെയിൻ സ്പിന്നർ വെച്ചാൽ ആദിൽ റഷീദ്. സ്പിന്നറിന്റെ കരുത്തിലാണ്. നേരെ മറിച്ച് ഇന്ത്യയുടെ കുറെ ടീമുകൾ അവരുടെ സ്പിൻ സ്ട്രെങ്ത് ആണ് കൂട്ടിയേക്കുന്നത്. കാരണം അവരുടെ കളി കൂടുതലും വരുന്ന പിച്ച് അനുസരിച്ച്. ഇപ്പൊ പാകിസ്ഥാനിലായാലും ഇപ്പം സ്പിൻ അഡ്വാൻറ്റേജ് പിച്ചായിരിക്കും കൂടുതൽ അവരും ഒരു ബാറ്റിംഗ് സൈഡിലേക്ക് വരുമ്പോ ജോസ് ബട്ട്ലറും വരുന്നു, റൂട്ട് വരുന്നു, അങ്ങനെ ഒരു നേരെ തന്നെ ഉണ്ട്. മെയിൻ ഒരു ബോളർ എന്ന് വെച്ചാൽ അല്ല, ഒരു മെയിൻ സ്പിൻ ബോളർ അവർ ഏറ്റവും വലിയ ഡ്രോബാക്ക് ആണ്, അവർക്ക് ഒരു നല്ല സ്പിന്നറേ ഉള്ളൂ, അത് ആദിൽ റഷീദ്. ഈ സ്പിൻ റൂട്ട് ചെയ്യാന്നുള്ളത് ആദിൽ റഷീദിന്റെ കയ്യിലാണ്. പിന്നെ അവർക്ക് നല്ല ഒരു സ്പിന്നറില്ല, നല്ല പേസ് ബോളേഴ്സും ഇല്ല. ആർച്ചർ ഉണ്ട്, പക്ഷെ ആർച്ചർ പഴയ ഇതുണ്ടോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ രീതിയിലേക്ക് ആർച്ചറുണ്ട്, വുഡും ഉണ്ട്, വുഡും വരുന്നു, മാർക്ക് വുഡും ഉണ്ട്. ഈ ഇവിടുത്തെ പിച്ചുകളിലൊന്നും ഇവർക്ക് മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ പാകിസ്ഥാനിലാണ് കളികൾ. അവിടെ എത്തോരം ഈ സ്പീഡ് ബോളേഴ്സ് വെച്ചാല് ഈ പാകിസ്ഥാനിലായാലും സ്പിൻ പിച്ച് ആയിരിക്കും കൂടുതൽ ഒരുക്കാൻ ചാൻസ് കൂടുതൽ. മറ്റേ പിന്നെ ഈ മെയിൻ പ്രശ്നം ഇവരുടെ എന്ന് വെച്ചാല് അപ്പം ഇംഗ്ലണ്ടിന്റെ കാര്യമാണ് സംസാരിച്ചത്. അപ്പം ഇംഗ്ലണ്ടിന്റെ ബാറ്റിംഗ് സൈഡ് ഓക്കെയാ, ബാറ്റിംഗ് അവർക്ക് ബാറ്റ് ചെയ്യാനുണ്ട്. പ്ലേയേഴ്സ് ഫോം ഉണ്ടോ ഇല്ലെന്നുള്ളതല്ല, പക്ഷെ പ്ലേയേഴ്സ് ഫോം ആകും, അത് നമുക്ക് പറയാൻ പറ്റില്ല. ആദ്യം എപ്പോഴാണ് ഫോം ആകുക, പ്ലേയേഴ്സ് ഒരു കളി മതി കളി പറയാനായിട്ട്. അവരുടെ ഓപ്പണേഴ്സ് ഫിൽ സോൾട്ടും ബെൻ ഡക്കറ്റും. അവരുടെ ഈ 2024 കളി ഏറ്റവും മികച്ച ബാറ്റ്സ്മാനാണ് ബെൻ ഡക്കറ്റ്. ബാറ്റ്സ്മാൻ ഏറ്റവും കൂടുതൽ സ്കോർ അടിച്ചിരിക്കുന്ന ബാറ്റ്സ്മാനാണ് ബെൻ ഡക്കറ്റ്. പിന്നെ ജോസ് ബട്ട്ലർ, റൂട്ട് വരുന്നു. റൂട്ടിന്റെ കാര്യം എടുത്തിട്ടുണ്ടെങ്കിൽ റൂട്ട് ഹാരി ബ്രൂക്സ് ഒരു വർഷമായിട്ട് കളിച്ചിട്ടില്ല കേട്ടോ. ഇവരൊക്കെ ഒരു ഇപ്പം കളിച്ചില്ലെങ്കിലും റൂട്ടിന് ഒരു ക്ലാസ് ഉണ്ട്. അതാ പറഞ്ഞത്, നമ്മൾ ഈ മില്ലറൊക്കെ ഇടയ്ക്ക് ഫോം ഔട്ടായിട്ട് പെട്ടെന്ന് ക്ലാസ് കിടക്കുന്നുണ്ട്. അവർക്ക് ഏത് നിമിഷം സ്വദേശയിലുള്ള കളികൾ വരും. ശരിയാണ്. സ്പിന്നേഴ്സിന്റെ കാര്യത്തിൽ ഒരു അവരുടെ മെയിൻ പ്രശ്നം വരിക സ്പിൻ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും എന്നാണ് ഒറ്റ ബോളർ എന്ന് വെച്ചാൽ ആദിൽ റഷീദ്. ആദിൽ റഷീദിന്റെ 10 ഓവറായിരിക്കും അവരുടെ കളി തീരുമാനിക്കുന്നത്. ഇംഗ്ലണ്ടിന്റെ ടീം നോക്കുകയാണെങ്കിൽ അവർക്ക് നല്ല ബാറ്റിംഗ് സ്ട്രെങ്ത് ഉണ്ട്. ബാറ്റിംഗ് സ്ട്രെങ്ത് ഉണ്ട്, പക്ഷെ പ്ലേയേഴ്സും അത്ര ഫോമിലാണോ എന്ന് ചോദിച്ചാൽ അത്ര ഫോമിലും അല്ല. അങ്ങനത്തെ ഫോമല്ല. അത് അവരുടെ മെയിൻ തുറപ്പിച്ചിട്ട് എനിക്ക് തോന്നുന്നു ബാറ്റിംഗിൽ അവരുടെ ലെഫ്റ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻ ബെൻ ഡക്കറ്റ്. പുള്ളിക്കാരനാണ് അവരുടെ ഇപ്പം റീസെന്റ് ഇയറിൽ ഏറ്റവും ടോപ്പ് സ്കോറർ. പിന്നെ ഓപ്പണിംഗ് വരുന്ന ഫിൽ സോൾട്ടിന്റെ കളി നമുക്കറിയാം, എന്നെ ഹിറ്റ് ചെയ്യുന്ന ബാറ്റ്സ്മാൻ. പിന്നെ ജോസേട്ടൻ, നമ്മുടെ സ്വന്തം ജോസേട്ടൻ. അവരെ ഒരു മൈൻഡ് അഗ്രസീവ് പ്ലേയേഴ്സ് എല്ലാവരും. പിന്നെ ജോ റൂട്ട്, ലിവിങ്സ്റ്റൺ, ഹാരി ബ്രൂക്ക്, എല്ലാം എണ്ണം പറഞ്ഞ പ്ലേയേഴ്സ് ഉണ്ട്. പക്ഷെ ഇവരൊന്നും ഫോമിലല്ല എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഇംഗ്ലണ്ടിന് ഏറ്റവും വലിയ തലവേദന ആവാൻ പോകുന്നത് അവരുടെ സ്പിൻ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ്. ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് അല്ല, സ്പിൻ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ആർച്ചറുണ്ട്, വുഡുണ്ട്. പാകിസ്ഥാനിലും അതുപോലെ തന്നെ ഇവിടെ യുഎഇയിലായാലും വരുന്ന കളികളിൽ സ്പിൻ പിച്ചുകളായിരിക്കും. ഫൈനൽ വരെ മാത്രമല്ല വരുള്ളൂ. പാകിസ്ഥാനെ ജയിച്ച് വരുവാണെങ്കിൽ പാകിസ്ഥാനിൽ നിന്ന് അവര് പാസ്സായി. ഇപ്പോഴത്തെ ഫോമിൽ എനിക്ക് തോന്നുന്നില്ല അവർ കയറി വരുമെന്ന് തോന്നുന്നില്ല. പിന്നെ സാഹചര്യത്തിൽ കളിക്കേണ്ട ആരുമായിട്ടൊക്കെ ഓസ്ട്രേലിയ ആയിട്ടും സൗത്ത് ആഫ്രിക്ക ആയിട്ടും അഫ്ഗാനിസ്ഥാനായിട്ടും അതില് എനിക്ക് തോന്നുന്നു ഈ പറയുന്ന പോലെ ആ ഗ്രൂപ്പില് നമ്മള് നല്ല കളികൾ കാണാൻ സാധ്യത വരുന്നത് ചിലപ്പോൾ ഒരുപക്ഷെ അഫ്ഗാനിസ്ഥാനുമായിട്ട് വരുന്ന കളികൾ. ഞാനത് പറയണം, അഫ്ഗാനിസ്ഥാൻ 2 മെയിൻ ICC 2020 വേൾഡ് കപ്പിലും 50 ഓവർ വേൾഡ് കപ്പിലും നല്ല കളികൾ, നല്ല പെർഫോമൻസ് ആണ്. അത് മാത്രമല്ല ഈ മറ്റു 3 ടീമുകളെ അപേക്ഷിച്ച് ഒന്നും കൂടെ അവര് ആ കളിയിലൊക്കെ ഇംഗ്ലണ്ട് തോപ്പിക്കാൻ ചോദിച്ചിട്ടില്ല. ഇപ്പോഴത്തെ റീസെന്റ്ലി എല്ലാം നമ്മളിപ്പം കളികളൊക്കെ നമ്മളൊന്ന് അനലൈസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ റീസെന്റ് ആയിട്ടുള്ള കളികൾ വെച്ചിട്ട് വൺ ഡേ മാച്ചസ് ഒക്കെ വെച്ചിട്ടാണ്. അതില് ബാക്കിയുള്ള 3 ടീമിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവരുടെ ഒന്ന് പ്ലേയേഴ്സിന്റെ അവൈലബിലിറ്റി ഒരു സൈഡിലുണ്ട്, അതുപോലെ തന്നെ പെർഫോമൻസ് ഉണ്ട് റീസെന്റ്. അത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിലവിൽ ആ ഗ്രൂപ്പിൽ അഫ്ഗാനിസ്ഥാൻ അത്യാവശ്യം നല്ലൊരു അഫ്ഗാനിസ്ഥാൻ അവിടെ നിന്ന് ഒരു ടോപ്പ് 2 ആവാൻ ചാൻസ് ഉള്ള ഒരു ടീമാണ് നിലവിലെ സാഹചര്യത്തിൽ. ദക്ഷിണാഫ്രിക്ക ഉണ്ട്, അതേപോലെ തന്നെ പാകിസ്ഥാനും. റീസെന്റ് നടന്ന കളി ട്രൈ സീരീസിൽ ഭയങ്കര റൺസ് ഉണ്ട്,
ഒരു 150 റൺസ് എടുത്ത് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല അത്രയും. കാരണം ബോളിംഗ് നോക്കുമ്പോൾ അവർക്ക് ഈ സീരീസിലും മെയിൻ പ്രശ്നമാകാൻ പോകുന്ന ബോളിംഗ് ആണ്. ഇപ്പൊ നമ്മൾ നോക്കിയാൽ ഇംഗ്ലണ്ടിനായാലും ഇപ്പൊ ഈ സൗത്ത് ആഫ്രിക്ക ആയാലും മെയിൻ പ്രശ്നമാകാൻ പോകുന്നത് അവരുടെ ഈ ബോളിംഗ് ആണ്. പിന്നെ സൗത്ത് ആഫ്രിക്കയുടെ മെയിൻ സംഭവം വെച്ചാൽ ആ 2 സ്പിന്നേഴ്സ് ഉണ്ട്, ഷംസി ഉണ്ട്, മഹാരാജും. വേറെ സംഭവം സൗത്ത് ആഫ്രിക്ക ആകെ ICC ട്രോഫി എടുത്തിരിക്കുന്നത് ഫസ്റ്റ് ട്രോഫി 98 ചാമ്പ്യൻസ് ട്രോഫി. അത് മാത്രമുള്ളവർക്ക് ആകെ ICC ട്രോഫി എന്ന് പറയാനുള്ളത് ഫസ്റ്റ് ട്രോഫി. അതല്ലാതെ വേറെ ഒന്നും കിട്ടിയിട്ടില്ല. ഈ തുടക്കം കിട്ടിയ ട്രോഫി അത് മാത്രമാണ്. ഈ സ്കോഡ് വെച്ചാൽ അവർക്ക് ഈ ടൂർണമെന്റ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷെ ഇത് സൗത്ത് ആഫ്രിക്കയാണ്, അതിൽ പ്ലേയേഴ്സ് ഉണ്ട്. അവര് എത്തിപ്പെട്ടിട്ടുള്ള ഗ്രൂപ്പ് ഉണ്ടല്ലോ, അഫ്ഗാനിസ്ഥാനും ഇംഗ്ലണ്ടും ആസ്ട്രേലിയ ഉള്ള ഗ്രൂപ്പാണ്. അതുകൊണ്ട് മിക്കതും ദക്ഷിണാഫ്രിക്ക ടോപ്പ് 4 വരാനുള്ള ചാൻസ് ഉണ്ട്. എന്റെ കണക്കൂട്ട അല്ല, ഇത് പറയും കളിയാണ് ചിലപ്പോ പറയാനൊന്നും പറ്റത്തില്ല. കാരണം ഇംഗ്ലണ്ടിന്റെ കാര്യം എടുത്ത് നോക്കിയാലും നമ്മ പറഞ്ഞ അറിയാം. അതേപോലെ തന്നെ ആസ്ട്രേലിയ ആയാലും മെയിൻ പ്ലേയേഴ്സ് ഒന്നും അതിലേക്ക് വന്നിട്ടില്ല. ഇപ്പൊ കളിക്കാൻ പോകുന്നതും ആ സെയിം ഗ്രൗണ്ടിലായിരിക്കും. പാകിസ്ഥാനിൽ തന്നെ കളികൾ. സൗത്ത് ആഫ്രിക്ക 2024, അതായത് കഴിഞ്ഞ വർഷത്തെ 14 വൺഡേ മാച്ചസ് കളിച്ചതിൽ ഏറ്റവും അവസാനം എടുത്ത 6 മാച്ചിലും സൗത്ത് ആഫ്രിക്ക തോറ്റു. ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു ലൂസ് ആയിട്ടുള്ള സ്ട്രീക്ക് നടന്നുകൊണ്ടിരിക്കുന്ന രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അടുപ്പിച്ച് 6 മാച്ച് ഇങ്ങനെ തോക്കുക കണ്ടിന്യൂസ് ആയിട്ട്. മിഡിൽ ഓർഡർ അവർക്ക് ഭയങ്കര പ്രശ്നമാണ്. മിഡിൽ ഓർഡറിൽ ബാറ്റ് ചെയ്യാൻ ഒരു വിശ്വസ്തനായ ബാറ്റ്സ്മാൻ ഇല്ല 50 ഓവറിന്. പിന്നെ 50 ഓവർ കാലങ്ങളായിട്ട് അവർക്ക് വരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവരുടെ ഈ 50 ഓവർ മാച്ചുകൾ കളിക്കുമ്പോൾ അല്ലാത്ത ചെറിയ ട്രൈ സീരീസസ് ഒക്കെ പോലുള്ള ചെറിയ ട്രോഫീസ് ഒക്കെ കളിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് അവരുടെ എല്ലാ പ്ലേയേഴ്സിന്റെ അവൈലബിലിറ്റി ഒരു പ്രശ്നമാവാറുണ്ട്. എല്ലാം എപ്പോഴും അവൈലബിൾ ആവാറില്ല. കാര്യം അവർക്ക് എല്ലാത്ത ലീഗ് മാച്ചസും ഒക്കെ കിടക്കുന്നുണ്ട്, അവരൊക്കെ അങ്ങോട്ടൊക്കെ പോവാറുണ്ട്. പിന്നെ മെയിൻ ഒരു കളിയായിട്ട് ഇപ്പൊ ICCയുടെ ഒരു ടൂർണമെന്റ് വരുമ്പോഴത്തേക്കാണ് ഈ പ്ലേയേഴ്സ് എല്ലാം ഒരു സെറ്റ് ടീമായിട്ട് ഇറങ്ങുന്നത്. ഞാൻ ഗ്രൂപ്പിൽ പിന്നെ അടുത്ത വരുന്നത് അഫ്ഗാനിസ്ഥാൻ. ആ ഗ്രൂപ്പിലെ അടുത്ത ടീമാണ് അഫ്ഗാനിസ്ഥാൻ. എനിക്ക് തോന്നുന്നു ടൂർണമെന്റിൽ ഒരു കറുത്ത അവരുടെ റീസെന്റ് ഫോം വെച്ചും തീർച്ചയായിട്ടും. പക്ഷെ അവരുടെ സ്പിരിറ്റിന്റെ അല്ല, അവർക്ക് റീസെന്റ് നല്ല ടീമോട്ടൊന്നും കളി വന്നിട്ടില്ല. അവർ സിംബാബ്വേയായിട്ടും അങ്ങോട്ടൊക്കെ കളിച്ചേക്കുന്നത്. അഫ്ഗാനിസ്ഥാന്റെ കോച്ചിങ് സ്റ്റാഫ്, അവരുടെ കോച്ചിങ് സ്റ്റാഫ് ജോനാഥൻ ട്രൂട്ടും മറ്റേ നമ്മുടെ ജഡേജയും ഒക്കെ ഈ നമ്മുടെ ബ്രാവോ ഒക്കെ കോച്ചിങ് സ്റ്റാഫായിട്ട് വന്നപ്പോ ടീം മൊത്തത്തിലേ മാറി. അത് മൊത്തത്തിലൊരു എനർജി ഉള്ള ടീമായിട്ട് മാറി. പിന്നെ അവർക്കൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പൊ അവരുടെ ഒരു മെയിൻ സ്പിന്നർ ഉണ്ട്, ഒരു പയ്യൻ, പേര് ഞാൻ മറന്നു, പേരറിയില്ല. അവന് പരിക്ക് പറ്റി പുറത്തു പോയി. റാഷിദ് ഖാൻ ഒന്നുമല്ല, നൂർ അഹമ്മദ് അല്ല, വേറൊരു പുതിയ ഇപ്പൊ റീസെന്റ് അണ്ടർ-19 കളിച്ചു വന്ന ഒരു പ്ലെയർ ഉണ്ട്, അള്ളാ ഗഫൂറോ ഇങ്ങനെയാണ്ടാ പുള്ളിയുടെ പേര്. മുംബൈ പ്ലെയർ. അവന് പരിക്ക് പറ്റി. അതൊരു പ്രശ്നമാണ്. ഒരു മിസ്റ്ററി സ്പിന്നർ എന്ന രീതിയിൽ കയറി വന്ന അവർ ഏറ്റവും മികച്ച വിക്കറ്റ് ടേക്കറാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴത്തെ നിലവിലെ പിച്ചിന്റെ ഒരു പിന്നെ അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ചെന്ന് വെച്ചാല് പാകിസ്ഥാനെ കളിക്കുന്ന ഹോം ഗ്രൗണ്ടിൽ കളിക്കുന്നവനൊക്കെ സ്വന്തം ഗ്രൗണ്ടിൽ കളിക്കുന്നവനൊക്കെ വരുള്ളൂ. അവര് സ്പിന്നിന് ഗ്രൗണ്ട് അവർക്ക് കൂടുതലും അനുകൂലമാണ്. ശരിക്കും പറഞ്ഞ ഒന്നും നഷ്ടപ്പെടാനില്ല. അവര് നൈസായിട്ടുള്ള കാര്യം ഒന്നുമില്ല, 2ാം സ്ഥാനം അടിച്ചു കയറും. അതെ, ഒന്നും നഷ്ടപ്പെടാനില്ല. ആ ഗ്രൂപ്പിൽ നിന്നായതുകൊണ്ട് കുറച്ച് ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. മറ്റേ ആ ഒരു 4 ടീമിലെ മറ്റുള്ള ടീമുകളുടെ ഫോം അനുസരിച്ച് ഓസ്ട്രേലിയ, ദക്ഷിണാഫ്രിക്ക ആയതുകൊണ്ട് മിക്കതും മെയിൻ പ്ലേയേഴ്സ് ഇല്ലാത്തൊരു സാഹചര്യം ടോപ്പ് 4 അവരെ പ്രതീക്ഷിക്കാം അല്ലെ. അതെ, ആ ഗ്രൂപ്പിൽ നിന്ന് എന്റെ ഒരു പ്രതീക്ഷ എന്ന് വെച്ചാല് അഫ്ഗാനിസ്ഥാനും ഓസ്ട്രേലിയ ആണ് വരാനുള്ള. എനിക്ക് അത് തന്നെയാണ്. ഞാൻ പ്രെഡിക്റ്റ് ചെയ്യണത് ആസ്ട്രേലിയ ഒട്ടും തള്ളാൻ പറ്റില്ല. ആസ്ട്രേലിയ, ദക്ഷിണാഫ്രിക്ക രണ്ടുപേര് എനിക്ക് ഈ ടൂർണമെന്റിലുള്ള പ്രകടനം ക്രിക്കറ്റ് പ്രഡിക്റ്റബിൾ അല്ലല്ലോ, എങ്ങനെ വേണമെങ്കിലും മാറാൻ തിരിയാം. ഓക്കെ, അപ്പം ഗ്രൂപ്പ് ബി അവിടെ അവസാനിച്ചു. ഗ്രൂപ്പ് എയിലോട്ട് വരിക, നമ്മളുടെ ഗ്രൂപ്പ് ഏറ്റവും ക്രൂഷ്യൽ മാച്ചുകളും ഏറ്റവും നല്ല കളികൾ വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അല്ലെങ്കിൽ പ്ലേയേഴ്സ് അല്ല നമ്മളുടെ കാണികൾ, ക്രിക്കറ്റ് ആരാധകർ പ്രതീക്ഷിക്കുന്ന ന്യൂസാണ് ഗ്രൂപ്പ് എ. കാരണം അതിലുള്ള ടീമുകളുടെ ഫോമും റീസെന്റ് ഉള്ള ഫോമും പാകിസ്ഥാൻ ആയാലും ഇന്ത്യ ആയാലും ന്യൂസിലാൻഡ് ആയാലും ബംഗ്ലാദേശിന്റെ പ്ലേയേഴ്സ് റീസെന്റ് ഫോമിലല്ല. പിന്നെ ക്രിക്കറ്റ് ആണ് അവര്
അവരുടെ കളി നമുക്കറിയാം. പല സമയത്തും ഒരുപാട് അട്ടിമറികൾ നടത്തിയ ടീമാണ് ബംഗ്ലാദേശ്. ഏത് നിമിഷവും വേണം ഏത് ടീമിനെയും അവരുടേതായ അവസ്ഥയിൽ അവർ അട്ടിമറിച്ചിരിക്കും. അതിനുള്ള പ്ലേയേഴ്സ് അവർക്ക് ഉണ്ടതാനും. അത് മാത്രല്ല ഈ സീരീസിൽ ഇപ്പൊ ഈ 4 ടീമിനെടുത്ത് കമ്പയർ ചെയ്ത് നോക്കുമ്പോ ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ എടുത്തിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് 5 മാച്ചും ഇന്ത്യ പാകിസ്ഥാനെ ഇന്ത്യ തോൽപ്പിച്ചിട്ടുണ്ട്. ന്യൂസിലൻഡ് വേഴ്സസ് ഇന്ത്യ എടുത്തിട്ടുണ്ടെങ്കിൽ ന്യൂസിലൻഡിന് 5 മാച്ച് ലാസ്റ്റ് റീസെന്റ് വന്ന 5 മാച്ചും ഇന്ത്യ തോൽപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ആ സ്ഥാനത്ത് നമ്മ ഈ ബംഗ്ലാദേശ് എടുത്തിട്ടുണ്ടെങ്കിൽ ബംഗ്ലാദേശിന് ടോപ്പ് വെക്കണത്. ആ 5 മാച്ചിൽ ലാസ്റ്റ് 3 ജയിച്ചത് ബംഗ്ലാദേശാണ്. വൺഡേയില് അവരെ നാട്ടിൽ പോയിട്ടുണ്ടോ? അത് അവരെ നാടായിരുന്നു. അവിടുത്തെ ഇത് കാലാവസ്ഥ അനുസരിച്ച് ഏഷ്യൻ കൺട്രി തന്നെയാണ്. നമ്മൾ ലാസ്റ്റ് അവിടെ പോയിട്ട് മാത്രം സീരീസ് തോറ്റു. രോഹിത് ശർമ്മയുടെ കീഴിൽ പോയിട്ട് ഇപ്പൊ ലാസ്റ്റ് പോയിട്ട് സീരീസ് തോറ്റിരിക്കുന്ന അവിടെ. അതുകൊണ്ട് അവരെ ഒരിക്കലും എഴുതി തള്ളാൻ പറ്റത്തില്ല. നമ്മള് നിലവിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ റീസെന്റ് ഉള്ള ഫോം അതിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുമ്പോഴാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ കപ്പ് ഇന്ത്യ എടുക്കും. ഇപ്പോഴത്തെ ഫോം വെച്ചിട്ടും ഫസ്റ്റ് മാച്ച് വെച്ചാല് നമ്മൾ നാളെ നടക്കാൻ പോകുന്ന മാച്ച് ഇനി പാകിസ്ഥാൻ വേഴ്സസ് ന്യൂസിലൻഡ്, അത് ആര് ജയിക്കുന്നു അത് ഏറ്റവും പ്രധാന മാച്ച്, ഉദ്ഘാടന മാച്ച് തന്നെ കാണാം. നമ്മളിപ്പോ റീസെന്റ് അവരുടെ ട്രൈ സീരീസിൽ അവർക്കൊരു അഡ്വാൻറ്റേജ് ഇപ്പം അതില് നമുക്ക് വേറെ അഡ്വാൻറ്റേജ് ആയിട്ട് ഇപ്പം പാകിസ്ഥാനിലെ റീസെന്റ് അവര് പോയി കളിച്ചിട്ടുണ്ട് അവിടെ. അതാണ് പോയിന്റ്. ന്യൂസിലാൻഡിൽ കുറഞ്ഞത് ഒരു 10 കളി ഈ കളി ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ന്യൂസിലാൻഡ്. പാകിസ്ഥാനുള്ള അഡ്വാൻറ്റേജ് തന്നെ ഉണ്ട് ന്യൂസിലാൻഡിന്. അതുകൊണ്ട് റീസെന്റ് 2 കളിയും തോപ്പിച്ചു. ഫോമിലോട്ട് തിരിച്ചു വരുന്നുണ്ട്. ട്രൈ സീരീസിൽ 2 കളി ലീഗ് മാച്ചിലും തോപ്പിച്ചു, ഫൈനലിലും തോപ്പിച്ചു. അതെ, ക്യാപ്റ്റൻ അപാര ഫോമിലും മിച്ചാലും അവരെ ക്യാപ്റ്റൻ 8ാമത്തെ പേരെ ബാറ്റ്സ്മാൻമാരെ അവർക്കുണ്ട്. 8 ബാറ്റ്സ്മാൻമാരെ അവർക്കുണ്ട്. അതും ഓൾറൗണ്ടേഴ്സ് ആണ്. അതിന്റെ ബോളിംഗ് യൂണിറ്റ് ആയാലും നല്ലൊരു ബോളിംഗ് യൂണിറ്റ് ഉണ്ട്. ബാറ്റിംഗ് യൂണിറ്റും ഒരു ഈക്വൽ ടീമാണ്. ഒരു ഫൈനലിലേക്ക് വരാൻ എന്റെ പ്രതീക്ഷ അനുസരിച്ച് ന്യൂസിലൻഡ് ഓർ ഇന്ത്യ ആയിരിക്കാം ഫൈനല്. ഈ ഫസ്റ്റ് മാച്ചിനെ വെച്ച് ചർച്ച ചെയ്യാൻ ഞാൻ എന്റെ ഒരു പ്രതീക്ഷ ന്യൂസിലൻഡ് തന്നെ ജയിക്കും. ന്യൂസിലൻഡ് ജയിച്ചാൽ ഇന്ത്യ വേഴ്സസ് വരാൻ ചാൻസ് കേട്ടോ. ഒന്നും പറയാനൊന്നും പറ്റുന്നില്ല. ക്രിക്കറ്റാണ് നമ്മളങ്ങനെ പ്രഡിക്ഷൻ ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ ഫോമില് ടോപ്പ് 4 കേട്ടോ. ആ ഗ്രൂപ്പിൽ നിന്ന് രാജ്യമാണ് അവരുടെ പിച്ചാണ്. അവര് പാകിസ്ഥാൻ പലപ്പോഴും നമ്മള് പറഞ്ഞിട്ടുണ്ടല്ലോ, ആർക്കും പ്രതീക്ഷിക്കാനോ പ്രഡിക്ട് ചെയ്യാൻ പറ്റാത്ത പാകിസ്ഥാൻ തോക്കുവാണെങ്കിൽ അവര് തിരിച്ചിങ്ങോട്ട് കയറി വരാനുള്ള ചാൻസ് കുറയുക. അത് ഫസ്റ്റ് മാച്ച് വെരി ഇമ്പോർട്ടന്റ് ആണ്. ന്യൂസിലാൻഡുമായിട്ട് പാകിസ്ഥാൻ തോറ്റെന്ന് വെച്ചോ, പിന്നീട് വരുന്ന അവർക്ക് കളി ദുബായിലാണ് മാച്ച് വരുന്നത്. പിന്നെ ഇന്ത്യയായിട്ട് ഇവിടെ വരും. ഇന്ത്യയായിട്ട് കളി വരും. പിന്നെ അവർക്ക് ജയിക്കാൻ പറ്റുന്ന കളി വരാം ബംഗ്ലാദേശോട്ടായിരിക്കും ചാൻസ്. ഇപ്പോഴത്തെ ഫോം വെച്ചിട്ട് എനിക്ക് തോന്നുന്നു അവർക്ക് ഇന്ത്യ തോൽപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇല്ലല്ല, ഇന്ത്യയെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു പിച്ചിൽ പോയി ഇവിടുന്ന് ട്രാവൽ ചെയ്ത് പോയി കളിച്ച് പരാജയപ്പെടുത്താൻ പറ്റും എന്നുള്ളൊരു ഇതിലോട്ട് എത്തുന്നില്ല. കാര്യം അപ്പോഴത്തേക്ക് ഇന്ത്യ ബംഗ്ലാദേശായിട്ടുള്ള കളിയൊക്കെ കഴിയത്തില്ല. അതിന് പിന്നെ കഴിയത്തില്ല. 2ാമത്തെ കളി വരുന്ന ഇവര് കേട്ടോ. ലാസ്റ്റ് മാച്ചാണ് വരുന്നത് ഇന്ത്യ വേഴ്സസ് ന്യൂസിലൻഡ്. അത് വരുന്നത് മെയ് ബംഗ്ലാദേശ് ആയിട്ട് 19-ാം തീയതി. അതിനുശേഷം പാകിസ്ഥാൻ 23-ാം തീയതി. ഇന്ത്യ ഓൾറെഡി അവിടെ സെറ്റ് ആവും. ഓൾറെഡി ഇപ്പൊ അവിടെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ആയിട്ടുണ്ടല്ലോ. അപ്പൊ ഓക്കെ, എ ഗ്രൂപ്പിലെ അടുത്ത മെയിൻ ടീം നിലവിലെ ചാമ്പ്യൻസ് പാകിസ്ഥാൻ. The one and only പാകിസ്ഥാൻ. നമ്മുടെ എതിരാളികൾ ഓക്കെ എന്നിവിടെ പറയാം. പക്ഷെ എനിക്ക് അങ്ങനെ പറയാൻ താല്പര്യമില്ല. കളിയിലാണ് ക്രിക്കറ്റ് കളി മാത്രമേ എതിരാളികൾ. അത് എപ്പോഴും അങ്ങനെയാണല്ലോ. ഇന്ത്യ പാകിസ്ഥാൻ നമ്മൾ നോക്കുന്ന പാകിസ്ഥാന്റെ സ്ട്രെങ്ത്. പാകിസ്ഥാന്റെ സ്ട്രെങ്ത് എപ്പോഴും അവരുടെ ബോളിംഗ് ആണ് സാധാരണ ആവാറ്. പക്ഷെ ഇപ്രാവശ്യം നമുക്ക് തന്നെ പറയാൻ പറ്റില്ല. ബോളേഴ്സ് തീ തുപ്പുന്നില്ല. അതാണ് ഏറ്റവും വലിയ. സൗത്ത് ആഫ്രിക്കന്റെ ബി ടീമാണ് അവിടെ വന്ന് കളിച്ചത്. അവര് വരെ അവർക്ക് നല്ല സ്കോർ തിരിച്ചടിച്ചു. ഷൈൻ ഷാഫിയൊക്കെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ റണ്ണ് പറഞ്ഞ ബോളറാണ്. അവരെ ബാറ്റിംഗ് സൈഡിലാണ് അവര് പിടിച്ചു നിൽക്കുന്നത് ഇപ്പൊ പറയാം. പക്ഷെ ബാറ്റിംഗ് സൈഡിൽ ഇപ്പൊ ഒരു പ്രശ്നം എന്ന് വെച്ചാല് അവരുടെ ഒരു ലെഫ്റ്റ് ഹാൻഡ് ഓപ്പൺ ആയ ഒരു പയ്യൻ സൈ മയൂബ്, അവന് ഇതേ ടൂർണമെന്റ് കുറച്ചു മുമ്പാണ് ഈ
പരിക്ക് പറ്റി, ഇഞ്ചുറി ആയിട്ട് അവന് പരിക്ക് പറ്റിയത് അവർക്കൊരു മെയിൻ പ്രശ്നമാണ്. അവന്ന് വെച്ചാൽ ഭയങ്കര നല്ല ഫോമിൽ റീസെന്റ് വെച്ചാൽ നല്ല മിന്നും ഫോമിൽ കളിച്ചത്. സെഞ്ചുറി ഒക്കെ ഫസ്റ്റ് മാച്ചിലുള്ള സെഞ്ചുറിയോട് അടുപ്പിച്ചിട്ടില്ല. അത് എനിക്ക് അവന്റെ ബാറ്റിംഗ് ഭയങ്കര ഇഷ്ടമാണ്. അയ്യൂബിന്റെ നമ്മുടെ ഇഷാൻ കിഷൻ, ശേഷം അടുത്ത കളിയിൽ അവൻ സെഞ്ചുറി അടിച്ചു. ഇഷാൻ കിഷൻ അല്ലേ, ഇഷാൻ കിഷന്റെ ഒരു ശൈലി, ഒരു രീതിയിലുള്ള ശൈലിയാണ്. അവന്റെ പരിക്ക് പറ്റിയത് ഇവർക്ക് നല്ലൊരു പ്രശ്നമാണ്. പിന്നെ ഇപ്പൊ റീസെന്റ് ഇപ്പം റിസ്വാന്റെ ഫോം, ക്യാപ്റ്റൻ സ്ഥാനം എടുത്തതിന് ശേഷം ഫോമിൽ തന്നെയാണ്. റീസെന്റ് റിസ്വാനാണ് അവരുടെ തൊട്ടേ റിസ്വാനേക്ക് ഭയങ്കര ഇഷ്ടമുള്ള പ്ലെയറാണ്. കാരണം എല്ലാരും ബാബറാസാനെ പൊക്കി വെച്ചെങ്കിൽ ഫേവറേറ്റ് പാകിസ്ഥാന്റെ ലെവലിൽ നിൽക്കുമ്പോഴും റിസ്വാൻ നല്ല നല്ല കളികൾ കളിക്കുന്നു. കളി കളിച്ചിട്ടുണ്ട് പുള്ളിക്കാരൻ. T20 എടുത്ത് നോക്കുവാണെങ്കിൽ പുള്ളി ബാബറിനെക്കാളും നല്ല കളികൾ കളിക്കുന്നത് റിസ്വാൻ തന്നെയാണ് നമ്മളെ കണ്ടോണ്ടിരുന്ന സമയത്ത്. അതെ, മെയിൻ കളിയെല്ലാം പുള്ളി കളിക്കും. ഈ ടൂർണമെന്റിലായാലും അവരുടെ മിഡിൽ ഓർഡർ കൺട്രോൾ ചെയ്യേണ്ട ബാറ്റ്സ്മാൻ ആണ് പുള്ളിയുടെ ഒരു ഞാൻ നോക്കിക്കാണുന്ന ഒരു മെയിൻ ക്വാളിറ്റി എന്ന് പറഞ്ഞ ഒരു റെസ്പോൺസിബിലിറ്റി ഉള്ളൊരു പ്ലെയർ ആണ്. അതെ, ഭയങ്കര റെസ്പോൺസിബിൾ ആയിട്ടേ കളിക്കത്തുള്ളൂ. എപ്പോഴും മിഡിൽ ഓർഡർ നല്ല കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകും, കളി കൊണ്ടുപോകും. പിന്നെ ഫക്ര സമാൻ ഫോമായ ഒറ്റയ്ക്ക് കളി കൊണ്ടുപോകും, രീതിയിലും വല്ലാത്ത രീതിയിൽ കളി കൊണ്ടുപോകും, നമുക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ അവര് സ്പീഡ് ബോളേഴ്സിന്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു. അവർക്ക് പ്രശ്നം വരാൻ ചാൻസ് ഉള്ളത് ഈ മിഡിൽ ഓർഡർ തന്നെ ആയിരിക്കും. ഈ സൽമാൻ അലി ആകാം. ഇപ്പൊ റീസെന്റ് കളിച്ച നല്ല കളി കളിച്ചു. ഇപ്പം ന്യൂസിലാൻഡ് അല്ല നമ്മുടെ സൗത്ത് ആഫ്രിക്ക ചേസ് ചെയ്ത 356 റൺ ചേസ് ചെയ്തപ്പം പാർട്ണർഷിപ്പ് അതെ നല്ല അഗ്രസീവ് ആയിട്ട് കളിച്ചു. അവര് ഈ ടൂർണമെന്റ് അഗ്രസീവ് ക്രിക്കറ്റ് കളിക്കുന്ന പറയുന്നത്, അത് കണ്ടറിയണം. പാകിസ്ഥാൻ ഈ ടൂർണമെന്റിൽ അഗ്രസീവ് ക്രിക്കറ്റ് കളിച്ച് ഒന്നാമത് അവർക്കൊരു ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിലവില് അവരോട് കളിക്കുന്ന ഇന്ത്യയുടെ കളി വരുന്നത് പുറത്ത് ദുബായിലാണ് വരുന്നത്. രണ്ടാമത്തെ കാര്യം പിന്നെ വരുന്ന ഗ്രൂപ്പിൽ വരുന്ന ന്യൂസിലൻഡ് റീസെന്റ് അവരുടെ ഗ്രൗണ്ടിൽ നിരന്തരമായിട്ട് അവരെ തോൽപ്പിക്കുന്നു കാഴ്ച. ഇത് രണ്ടും അവർക്കൊരു മോശം സാഹചര്യമാണ്. അതെ, അവരാ ഇതൊന്നും കാണികളുടെ ഇടയിൽ കളിക്കുന്ന. പിന്നെ അതിലും വലിയ പ്രശ്നം വെച്ചാൽ അവരുടെ ബോളിംഗ് സ്ട്രെങ്തിന്റെ മെയിൻ ബോളേഴ്സിന്റെ ഫോം ഔട്ട്. ഈ ICC ടൂർണമെന്റിലേക്കൊക്കെ വരുമ്പോ പറയുമ്പോ നമുക്ക് ഷഹീൻ ഷാ, നസീം ഷാ എന്നൊക്കെ പറയും. പക്ഷെ അവരൊന്നും ആ പഴയ പ്രതാപത്തിൽ എത്തുന്നില്ല എന്നുള്ളതാണ്. തീതുപ്പെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ തീതുപ്പായിരിക്കും. അതിനുള്ളൊരു സാഹചര്യം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ പിച്ചില് ഒരു സ്പിന്നേഴ്സിനാണ് മാച്ച് നോക്കണ്ട നിങ്ങൾ. ഈ സ്പീഡ് ബോളേഴ്സിന് ഒന്നാമത് ICC ടൂർണമെന്റിലേക്ക് വരുമ്പോ അവരെ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് ഫോമിലേക്ക് എത്തുന്നു. അവിടെയാണ് ഞാൻ പറഞ്ഞ കാര്യം. ഈ സ്പിന്നിനെ അനുകൂലിക്കുന്ന ഒരു പിച്ച് ഉള്ള സാഹചര്യത്തിൽ ഓൾറെഡി അവർ ഫോം ഔട്ട് ആണ്. അതോടൊപ്പം അവിടെ പ്രശ്നം ചെറിയോ എനിക്ക് തോന്നുന്നില്ല അവർ സ്പിൻ പിച്ച് ഉണ്ടാക്കുമെന്ന് തോന്നുന്നില്ല. കാരണം അവർക്ക് അത്രയ്ക്ക് നല്ല സ്പിന്നേഴ്സ് ഇല്ല, അവർക്ക് അത്ര സ്ട്രെങ്ത് ഇല്ല. അവർക്കുള്ള ഒരു മെയിൻ സ്പിന്നർ അബ്രാർ അഹമ്മദ്. പഴയ സ്പിന്നേഴ്സ് ഒന്നും ഇല്ലല്ലോ, പഴയ സ്ട്രെങ്ത് ഇല്ല. ഇനി എന്തായാലും ഒരു ഫേവറേറ്റ് ടീമാണ് പാകിസ്ഥാൻ. ഉറപ്പായിട്ടും റീസെന്റ് ഫോം ഈ ട്രൈ സീരീസ് മാത്രമേ തോറ്റുള്ളൂ. സൗത്ത് ആഫ്രിക്കയിൽ പോയിട്ടും നല്ല കളി കളിച്ചിട്ടുണ്ട്. സൗത്ത് ആഫ്രിക്ക പുറത്ത് പോയിട്ട് അവര് ഓസ്ട്രേലിയ പോയിട്ട് അവിടെ തോപ്പിച്ചു. ഓരോ ഹോം സീരീസിൽ ഓസ്ട്രേലിയ തോപ്പിച്ചു. സൗത്ത് ആഫ്രിക്ക പോയിട്ട് അവിടെ തോപ്പിച്ചിട്ടാ വന്നത്. അവർക്ക് ഇവിടെ പണി പാളിയത് ഇവിടെ മാത്രമേ ഉള്ളൂ. അവരുടെ സ്വന്തം കളി നടക്കുന്നത് ഇന്ത്യക്ക് ഒഴികെയുള്ള ബാക്കികളെല്ലാം അവിടെ ഹോം ഗ്രൗണ്ട്. അപ്പൊ അവരുടെ ഹോം ഗ്രൗണ്ടിൽ അവരുടെ കാണികളുടെ മുന്നിൽ അവർ എങ്ങനെ കളിക്കുന്നു ഗ്രൗണ്ട് സപ്പോർട്ട് എന്തായാലും അവർ കാണും. നാളെ അറിയാം, നാളെ വൈകുന്നേരത്തോടുകൂടി ആ റിസൾട്ട് എന്തായാലും കാണാം. ന്യൂസിലൻഡ് കളി അവർക്ക് വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മാച്ച് ആയതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധ്യത. അവര് ശ്രദ്ധിച്ച് കളിക്കുള്ളൂ. കാരണം രണ്ടുപേരും തോറ്റത് കൊണ്ട് അവരുമായിട്ട് കളിച്ചിപ്പോ റീസെന്റ് തോറ്റു. അവരുടെ ഒരു വലിയൊരു ടൂർണമെന്റ്, രണ്ടുപേരും പരസ്പരം അറിയാം. അപ്പൊ അതാണ് പാകിസ്ഥാൻ. അപ്പൊ നമ്മള് എ ഗ്രൂപ്പിലെ അടുത്ത നമ്മളുടെ സ്വന്തം ടീം എല്ലാവരും വിട്ടുവെക്കുന്ന ഇതിലൊരു ചാമ്പ്യൻ, എല്ലാവരും ഫേവറേറ്റ്സ് എന്ന് എഴുതി വെച്ചിരിക്കുന്ന നമ്മളുടെ ടീം ഇന്ത്യ. അതെ, ടീം ഇന്ത്യയുടെ സ്ട്രെങ്ത് നമ്മള് പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. ബാറ്റിംഗ് സ്ട്രെങ്ത് ഇപ്പം ഗംഭീർ കോച്ചായപ്പോ തൊട്ട് ഇന്ത്യക്ക് നമ്പർ 1 തൊട്ട് എനിക്കൊന്ന് അപ് ടു 9-8 വരെ അക്സർ പട്ടേലൊക്കെ ജഡേജയൊക്കെ വരുന്നത്. ഈ അക്സർ പട്ടേലിനെ പറയും, എനിക്ക് തോന്നുന്നു അക്സർ പട്ടേൽ നമ്മുടെ ടീമിൽ വന്നതാണ് ഏറ്റവും വലിയൊരു പ്ലസ്. ഇപ്പൊ റീസെന്റ് ആയി കളിച്ച സീരീസ് ഇംഗ്ലണ്ടിലേക്ക് നല്ല ഒരു പ്രോപ്പർ ബാറ്റ്സ്മാൻ രീതിയിലാണ് പുള്ളി കളിച്ചത്. ഒരു ഓൾറൗണ്ടർ എന്നല്ല, എന്നാൽ ബോളിംഗ് ചെയ്യും, നല്ല ഗൺ ഫീൽഡറുമാണ്.
നമുക്ക് ജഡേജ വിരമിക്കാറായി നിൽക്കുന്നു. ആ ഒരു പ്ലേസിലോട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാറ്റിംഗ് കാര്യത്തിന് ബാറ്റിംഗ് ഡെപ്ത് 8 പേരും ഒരു രക്ഷയില്ലാത്ത ബാറ്റ്സ്മാൻമാരാണ്. നമുക്ക് ആ സൈഡ് നോക്കിയേ വേണ്ട, ബാറ്റിംഗ് സൈഡ് നോക്കിയേ വേണ്ട, എത്ര ടോപ്പ് ക്ലാസ് പ്ലേയേഴ്സിന് നമ്മള്. അത് മാത്രമല്ല നമ്മൾ ICC എല്ലാവരും പോകില്ല, നമുക്ക് ആരെ എടുത്തു പറയണ്ടേ, ടോപ്പ് റാങ്കിങ്ങിലുള്ള 3 പേരുണ്ട് ഓൾറെഡി ഉണ്ട് നമ്മളെ ടീം ലിസ്റ്റിൽ. ഇപ്പൊ റീസെന്റ് വിരാട് കോഹ്ലിയും ഫോമൗട്ട് ആയിരുന്നു. പക്ഷെ ഇപ്പൊ വിരാട് കോഹ്ലി ലാസ്റ്റ് കിങ് കോഹ്ലി ICC ടൂർണമെന്റിൽ വരുമ്പോൾ കോഹ്ലിയൊക്കെ വേറെ ലെവലാണ്. കോഹ്ലിയൊക്കെ ഇപ്പൊ വരുന്ന ഫോമിലെത്തും. ഒരു പ്രധാന കളി വരുമ്പം T20 വേൾഡ് കപ്പ് നോക്കിയാൽ മതി. അതുവരെ കളിക്കാത്ത കോഹ്ലി ആ ഫൈനലിൽ നല്ല രീതിയിൽ കളിച്ചു. പിന്നെ പറയുന്ന ഗില്ല്, പിന്നെ ഗില്ലൊന്നും പറയണ്ട, അന്യ ഫോമില്ല. ശുഭ്മാൻ ഗില്ല് ഇന്ത്യയുടെ ഭാവി അവന്റെ കയ്യിലാണെന്ന് പറയില്ല. കളിക്കാൻ ഒരു അവസരം പുള്ളിക്ക് കിട്ടിയിട്ടില്ല. പുള്ളി പിന്നെ അത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രതീക്ഷിക്കാത്തൊരു ബാറ്റ്സ്മാൻ രണ്ടുപേരും മിന്നും ഫോമിലാണ്. അവരുടെ അടുത്ത് വരുന്നത് ഹാർദിക് പാണ്ഡ്യ. അതെ, ഹാർദിക് പാണ്ഡ്യ നമ്മുടെ ടീമിന്റെ ഒരു അഭിവാജ്യ ഘടകമാണ്. പിന്നെ കാരണം കളിക്കുന്നത് ഇവിടെ ദുബായിൽ മുന്നേ യുവരാജ് സിംഗിന്റെ കാര്യം പറയുന്ന പോലെ അവർ ഇമ്പോർട്ടൻസിലോട്ട് നമ്മള് കളിക്കുന്ന ഇവിടെ അല്ലേ, സ്പിൻ പിച്ച. എന്തായാലും ഇവര് 3 പേരും കളിക്കും. അക്സർ പട്ടേലും ജഡേജയും കുൽദീപ് യാദവ് അല്ലെങ്കിൽ മറ്റേ വരുൺ. ആദ്യം എനിക്ക് തോന്നുന്നു കുൽദീപിനെ ചാൻസ് കൊടുക്കത്തുള്ളൂ. സ്പിന്നർ എന്നല്ല ആളെ പറയുന്നത്. ചിലപ്പോ ഇനി അറിയാൻ പറ്റത്തില്ല, 2 ലെഫ്റ്റ് ആംബർ ഉണ്ടാവുകൊണ്ട്. വരുൺ ചക്രവർത്തി വല്ലാത്ത ഫോമിൽ എറിഞ്ഞോണ്ടിരിക്കുന്നത് അത് നമ്മൾ കണ്ടത് അവസാനത്തെ കളികളിൽ കണ്ടത്. കാര്യം അവരുടെ ബോളിംഗിന്റെ ആക്ഷൻ അവർക്ക് പെട്ടെന്ന് ജഡ്ജ് ചെയ്യാൻ പറ്റും. ആക്ഷൻ റിലീസ് പോയിന്റ് പെട്ടെന്ന് ജഡ്ജ് ചെയ്യാൻ പറ്റും. 3 സ്പിന്നർ എന്തായാലും ടീമിൽ കളിക്കും, ഉറപ്പായിട്ടും കളിക്കും. കാരണം ഇവര് കളിക്കുന്നതുകൊണ്ട് ഗുണമെന്ന് വെച്ചാൽ ബാറ്റിംഗ് സ്ട്രെങ്ത് അത്രയും കൂടുക. അതെ, ജഡേജയും അക്സർ പട്ടേലും കളിക്കുമ്പോൾ അത്രയും സ്ട്രെങ്ത് നമുക്ക് കൂടുക. അതിന്റെ ബുംറയുടെ അഭാവത്തിൽ ജയ്സ്വാല് ബുംറയൊക്കെ ആദ്യം അതെ ചിലപ്പം ടീമിൽ കാണുന്ന ഓരോ പേസ് ബോളർ മുഹമ്മദ് ഷമി ആയിരിക്കും. അതെ, അതിന്റെ കൂടെ ഷമിയുടെ കൂടെ ഹർഷദീപ് സിംഗിനെക്കാളും സാധ്യത ഷമി തന്നെ ആയിരിക്കും. അല്ല, എനിക്ക് തോന്നുന്നു ഇവനായിരിക്കും മിക്കവാറും. ഷമി തന്നെ ആയിരിക്കും. ഷമിയും പാണ്ഡ്യയും പിന്നെ സ്പിന്നേഴ്സും വരും. കാര്യം സ്പിന്നേഴ്സിൽ മാക്സിമം സ്പിന്നേഴ്സിനെ ഇടാൻ നോക്കത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ജയ്സ്വാലിന് ആദ്യം ടീം ഹർഷദീപ് സിംഗ് ഉറപ്പായിട്ടും ഈസി ചോയ്സ് ഉറപ്പായിട്ടും വരും. അത്രയ്ക്കും സ്വിംഗ് ചെയ്യുന്ന ബോളറാണ്. വിക്കറ്റ് വരും, പവർ പ്ലേസിലൊക്കെ നല്ല സ്വിംഗ് വരും. സ്പിൻ റൗണ്ടാണ്. പക്ഷെ അവിടെ എനിക്ക് തോന്നുന്നു ഇന്ത്യ കളിച്ചിട്ടുള്ള ഒരു 6 മത്സരത്തിൽ 5 വിജയം തന്നെയുണ്ട് ദുബായ് പിച്ചില്. പക്ഷെ അവിടെ ചേസിംഗ് ടൈമിന് തോൽക്കും, ജയിക്കുന്നല്ലേ? അങ്ങനെയല്ലേ? ചേസിംഗ് ഗ്രൗണ്ടാണ്. ടോസ് കിട്ടുന്ന ടീം ബോൾ ചെയ്യും. അതാണ് നിലവില് ഇപ്പോ ഇന്ത്യക്ക് ചേസിംഗ് ആയാലും ബാറ്റിംഗ് ആയാലും ഒന്നും വിഷയമില്ല എന്നുള്ളൊരു കണ്ടീഷനിലാണ് കാര്യങ്ങളുടെ പോക്ക്. എന്റെ ഒരു കാഴ്ചപ്പാട് പറയാം. പിന്നെ ഒരേ ഒരു ഡ്രോബാക്ക് എന്ന് വെച്ചാൽ ബുംറയുടെ അതൊരു വല്ലാത്ത പ്രശ്നമാണ്. എന്നുവെച്ചാൽ പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ആൾക്കാരുണ്ട്. അതെ, ബുംറയുടെ കുറവ് ഇവര് സ്പിൻ ഡിപ്പാർട്ട്മെന്റ് ടൈറ്റ് ആയിക്കൊണ്ട് കവറപ്പ് ചെയ്യുന്നു എന്നാണ് നമ്മൾ ഉറപ്പായിട്ടും വിചാരിക്കുന്നത്. കാര്യം ബുംറ ഇല്ലാത്തത് ഇപ്പൊ എത്ര പ്ലേയേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാലും ബുംറയാണ്. പിന്നെ തീർച്ചയായിട്ടും അതിപ്പോ സ്പിൻ പിച്ച് ആയാലും ബുംറയുടെ ബുദ്ധിമുട്ടിയെ കളിക്കത്തുള്ളൂ. ബാസ്വാന് ഫേസ് ഒരു പേടി ഉണ്ടാവും. അതില്ലാതെ വരുമ്പോൾ ഒരു കുറവുണ്ടാവും. പിന്നെ കുഴപ്പമില്ല, ബാക്കി എല്ലാവരും അത് കവർ ചെയ്യുന്ന നമുക്ക് അനുഗ്രഹം. എല്ലാം ഭയങ്കര വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള അടിപൊളി ഒരു ടീം ഇന്ത്യ തന്നെയാണ്. നല്ലൊരു സ്കോർ ഉണ്ട്. അവര് കറക്റ്റ് ആയിട്ട് കളിക്കുവാണെങ്കിൽ കപ്പ് ഈസി ആയിട്ട് നമ്മുടെ ഇന്ത്യക്ക് വീണ്ടും ഒരു 3ാമത്തെ ICC ട്രോഫിയും കൂടെ വരട്ടെ. അല്ല, ചാമ്പ്യൻസ് ട്രോഫി 3ാമത്തത്. 2 ട്രോഫി ഇതിനു മുമ്പുള്ളത്, പിന്നെ 2 ഇപ്പൊ അടുത്തത്. കഴിഞ്ഞ വർഷം നമ്മൾ മിസ്സായ ട്രോഫി. അല്ല, നമ്മൾ ഇതിനു മുമ്പ് 2 പ്രാവശ്യം ഫൈനൽ എത്തിയിട്ടുണ്ട്. ഒരു വട്ടം ശ്രീലങ്കയായിട്ട് ഷെയർ ചെയ്തു. ഒരു അല്ല കപ്പ് അല്ലാതെ 2 പ്രാവശ്യം നമ്മൾ ഫൈനൽ എത്തിയിട്ടുണ്ട്. അതിൽ ഭയങ്കര മിസ്റ്റേക്കുകൾ നടന്നതില് ഈ ഗ്രൂപ്പില് ന്യൂസിലൻഡ് ആയിട്ടാണ് നമ്മൾ പ്രാവശ്യം ഫൈനൽ എത്തിയത്. എന്നിട്ട് നമ്മൾ ന്യൂസിലൻഡ് ഒപ്പടിക്കുന്നു, ഇന്ത്യ റണ്ണേഴ്സ് അപ്പ് ആവുന്നു. കഴിഞ്ഞ വർഷം പാകിസ്ഥാനായിട്ടാണ് ഫൈനല്. പാകിസ്ഥാൻ അതൊരു വല്ലാത്ത ഗ്രൂപ്പിലെ 2 ടീമായിട്ട് നമ്മൾ ഫൈനൽ കളിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. വരട്ടെ, 2 ഒരു ടീം ഫൈനലിലേക്ക് വരട്ടെ. പാകിസ്ഥാൻ വരാൻ ആഗ്രഹം അല്ലെ എല്ലാവർക്കും. ഇന്ത്യ എന്തായാലും ഒരു സൈഡിലുണ്ടാവും എന്നുള്ള കാര്യത്തില് നമ്മൾ പറഞ്ഞത്, ഞാൻ പറഞ്ഞത് ഓസ്ട്രേലിയയും മറ്റേ ഏതായിരുന്നു
അഫ്ഗാനിസ്ഥാനും. ഗ്രൂപ്പ് ബി എന്ന് ഞാൻ പറഞ്ഞ ഓസ്ട്രേലിയയും അഫ്ഗാനിസ്ഥാനും. അതെ. ഗ്രൂപ്പ് എ നിന്ന് ഇന്ത്യയും പാകിസ്ഥാനും വരണമെന്നാണ് എന്റെ ആഗ്രഹം. പക്ഷെ എന്റെ ഇന്ത്യ വേഴ്സസ് ന്യൂസിലൻഡും പിന്നെ വരുന്ന അപ്പുറത്തുനിന്ന് ദക്ഷിണാഫ്രിക്ക, ഓസ്ട്രേലിയ, അതായിരിക്കും മിക്ക ടോപ്പ് 4. എന്റെ ഒരു കാഴ്ചപ്പാടില് ഇപ്പോഴത്തെ ഒരു ഇതില് ന്യൂസിലൻഡ് സാധ്യതകളുണ്ട്. പക്ഷെ ഈ പറയുന്ന പോലെ ഒരു സൈഡിൽ എന്തായാലും ഇന്ത്യ ഉണ്ടാവും, ഒരു സൈഡില് ന്യൂസിലൻഡ് കയറി വരാനാണ് സാധ്യത. എങ്കിലും ആഗ്രഹം പാകിസ്ഥാൻ തന്നെ വരണം. കാര്യം പാകിസ്ഥാൻ ഇന്ത്യ മാച്ചസ് ഇന്ത്യയും പാകിസ്ഥാനും ഗ്രൂപ്പിൽ നിന്ന് കയറിയും വേണം. എന്നിട്ട് അപ്പുറത്ത് അടിച്ചിട്ട് അല്ല, അത് ഏത് ടീമാണോ ന്യൂസിലൻഡ് ആയാലും പാകിസ്ഥാൻ ആയാലും ഏത് ടീമാണോ മുന്നോട്ട് വരുന്നത്, ആ ഈ 2 ടീമായിരിക്കും മിക്കുന്ന ഫൈനലിലേക്ക് വരുന്നത്. ഇന്ത്യ ഒന്ന് ആ പാകിസ്ഥാൻ സ്ട്രെങ്ത് അനുസരിച്ച് ഇവിടെ നിന്നുള്ള ടീമുകളായിരിക്കും ഉറപ്പായിട്ടും ഫൈനലിസ്റ്റുകൾ വരാൻ ചാൻസ്. എന്തായാലും നല്ല കുറെ മാച്ചസ് നമുക്ക് എ ഗ്രൂപ്പിൽ പ്രതീക്ഷിക്കാം. ഓൾ ദി ബെസ്റ്റ്.